നമ്മുടെ കേരളത്തിലെ ഒരു വില്ലേജ്, അവിടുത്തെ ഒരു വീടും പരിസരവും ഒരു കുട്ടി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും ഒക്കെ കലർന്ന ഒരു ചിത്രം വാട്ടർ കളറിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ചിത്രത്തിൻ്റെ സ്കെച്ച് ചെയ്യുന്നത് HB പെൻസിൽ കൊണ്ടാണ്. അതിന് ഈ വാട്ടർ കളർ ചെയ്യാൻ ഉപയോഗിച്ചത് ആർട്ടിസ്റ്റിക് കേക്ക് കളറാണ്. കാരണം നമുക്ക് വാട്ടർ കളർ ട്യൂബ് ഉപയോഗിക്കുമ്പോൾ മിക്കവാറും ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കളേഴ്സ് മുഴുവൻ യൂസ് ചെയ്ത് തീർത്തില്ല എങ്കിൽ തിരിച്ച് ട്യൂബിലേക്ക് കയറ്റാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. അതിനാൽ എളുപ്പം കേക്ക് ഉപയോഗിക്കുന്നതാണ്. വാട്ടർ കളറിൻ്റെ ആർട്ടിസ്റ്റിക് കേക്ക് ഉപയോഗിച്ചാൽ അധികം വേസ്റ്റ് വരാതെ തന്നെ നമുക്ക് വലിയ നഷ്ടമുണ്ടാകാതെ നമുക്ക് പടങ്ങൾ വരച്ച് തീർക്കാനും കളേഴ്സ് നഷ്ടപ്പെടാതിരിക്കാനും ശ്രമിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വാട്ടർ കളറിൻ്റെ ആർട്ടിസ്റ്റിക് കേക്ക് വാങ്ങിച്ചാൽ നല്ലതാണ്. അല്ല, നിങ്ങൾ ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിലും നല്ലത് തന്നെ, അതൊന്നും കുഴപ്പമില്ല. എങ്കിലും നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉപയോഗിക്കേണ്ട ബ്രഷ് നല്ല സിന്തറ്റിക്കോ നല്ല സാബിൾ ഹെയറോ ഉള്ള ഫ്ലാറ്റ് ബ്രഷ് ഒരു 5-ാം നമ്പരോ 6-ാം നമ്പരോ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഒരു റൗണ്ട് ബ്രഷ്, അതും ഒരു 4-5 ആണെങ്കിൽ പോയിൻ്റൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മിക്കവാറും നല്ല ബ്രഷുകൾ കിട്ടുന്ന കടകളിൽ നിന്ന് വാങ്ങുക. കാരണം ബ്രഷ് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വാങ്ങുക. പിന്നെ ഈ ചിത്രം വാട്ടർ കളറിൽ വരയ്ക്കുന്നത് കൊണ്ട് ചുറ്റും ഒരു വൈറ്റ് ബോർഡർ കിട്ടാൻ നല്ലതായിരിക്കും. അതിനു വേണ്ടി വേണമെങ്കിൽ നമുക്ക് വരയ്ക്കുന്ന പടത്തിൻ്റെ തന്ന പേപ്പറിൻ്റെ ചുറ്റും ഒരു വൈറ്റ് മാസ്കിംഗ് ടേപ്പ് കൊണ്ട് ഔട്ട്ലൈൻ പോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അകത്ത് നമ്മൾ കളർ അടിക്കുമ്പോൾ ആ മാസ്കിംഗ് ടേപ്പിൻ്റെ പുറത്ത് വരെ കയറ്റി അടിച്ചാലും നല്ല ക്ലിയറായിട്ട് ഔട്ട്ലൈൻ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഔട്ട്ലൈൻ വരയ്ക്കേണ്ട സ്ഥലങ്ങൾ മാത്രം മടക്കി പുറകിലോട്ട് വച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഏരിയ ഫുള്ള് കളർ അടിക്കുകയാണ്. അങ്ങനെ അടിക്കുമ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്ത് കിട്ടുകയും ഈ പടം വരച്ച് പൂർത്തിയായ ശേഷം ആ അകത്ത് മടക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ ഔട്ട്ലൈൻസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിന് നമുക്ക് കഴിയുമെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ പേന വെച്ചാൽ മാർക്കർ പേന ഉപയോഗിച്ചാലും മതി, കൊണ്ട് ഔട്ട്ലൈൻസും കൂടെ കൊടുത്താൽ ആ ബോർഡർ നമുക്ക് ക്ലിയറായിട്ട് വരയ്ക്കാൻ കഴിയും. ഇതാണ് വാട്ടർ കളറിന് ഞാൻ ചെയ്യുന്ന രീതികൾ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. അവരോടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പടങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ചിത്രങ്ങൾ തന്നെ അടുത്തായി വരച്ച് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചിത്രവും അതിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ ഞാൻ അത് വരച്ച് കാണിച്ചിരുന്നതാണ്. നിങ്ങൾക്കതുപോലെ വരച്ചെടുക്കാൻ പഠിക്കാനും എളുപ്പമാണ്. ഇത് കണ്ട എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാൻ കരുൺ കുര്യാത്തിയാണ്, ആർട്ടിസ്റ്റ് കരുൺ കുര്യാത്തി. എൻ്റെ ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.